ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ടാൽ നിൽക്കാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കാണുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്ക തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല. സംഭവിച്ചിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദിൻ്റെ പ്രഭാഷണം 10 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ 2000 മുതൽ ഖാസിമി ഉസ്താദ് പ്രസംഗിക്കുന്നതാണ് ഈ വിഷയം. അപ്പോൾ അന്ന് മുതലുള്ള പ്രസംഗങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് ഖാസിമി ഉസ്താദിൻ്റെ പവറല്ല. പലരും ചോദിക്കുന്നത് ഇയാളെന്താ ജോത്സ്യനാണോ ഇത്ര കറക്റ്റായിട്ട് ഇത്ര വ്യക്തമായിട്ട് പറയാം? ഖാസിമി ഉസ്താദ് അതിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ പറയുന്നല്ലടാ, മുത്ത് റസൂൽ എന്ന് പറഞ്ഞതാ, മുഹമ്മദ് നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പുലരുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് പ്രവചനങ്ങൾ, പുലർന്ന പ്രവചനങ്ങൾ ഒരുപാടുണ്ട്. ഇനി പുലരാനിരിക്കുന്ന ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത്ഭുതമുള്ള കാര്യമല്ല. അതൊന്നും ഇല്ലാത്ത നമ്മളെ പോലെയുള്ള ജാഹിലീങ്ങൾക്ക്, ആഖിർ സമാനിൻ്റെ ചണ്ട് ചവറുകളായിട്ടുള്ള ആളുകൾക്കാണ് ഇതൊക്കെ വലിയ അത്ഭുതം. അള്ളാഹുവിൻ്റെ റസൂല് വെറുതെ എന്തെങ്കിലും ഒരു വാക്ക് പറയൂല. അന്ന് ഈത്തപ്പനയോലകൾ കൊണ്ട് മെടന്ന വീട്ടിലിരുന്ന്, ഒന്നുമില്ല, ഈത്തപ്പനയുടെ ഓലയല്ലാതെ മറ്റൊന്നും അവർ കണ്ടിട്ടില്ല. അങ്ങനത്തെ വീടുകൾ, അങ്ങനത്തെ മസ്ജിദുകൾ. ആ പള്ളിയിൽ ഇരുന്നിട്ടാണ് പറഞ്ഞത്, ദജ്ജാലിലൂടെ വരുമ്പോൾ ചോദിക്കും, ആരുടേതാണ് ഈ വെള്ള കൊട്ടാരം എന്ന് ദജ്ജാൽ ചോദിക്കും എന്ന് പറയുന്ന സമയത്ത് ആ പള്ളി സ്വപ്നം പോലും കാണാൻ കഴിയുന്നില്ല. അന്നത്തെ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടം 1500 വർഷങ്ങൾക്ക് മുമ്പ്. നമുക്ക് ചിന്തിച്ച് നോക്ക്, 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ കേരളം, കേവലം 20-25 വർഷങ്ങൾക്ക് 2000 നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു, ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു ഇങ്ങനെയൊക്കെ ഈ ലോകം ഡെവലപ്പ് ആവും? 10-30 വർഷം മുമ്പ് മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചാൽ നാട്ടിലേക്ക് വയറും കണക്ഷനും ഇല്ലാതെ നാട്ടിലേക്ക് ഇങ്ങനെ കണ്ട് ലൈവായിട്ട്, അഥവാ ഒരു കണക്ഷനും ഇല്ലാതെ നാട്ടിലെ ആളുകളെ കണ്ട് ഇങ്ങനെ സംസാരിക്കുക. അന്നൊക്കെ അത്ഭുതമായിരുന്നു. ഇന്ന് അത്ഭുതമാണോ? അന്നിത് സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. 20 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞാൽ 200 അല്ല, 1000 അല്ല, 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാത്മാവ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും നമ്മളിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാനിട്ടല്ല. പക്ഷെ നമ്മുടെ മതത്തിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വവും ഖാസിം ഉസ്താദിൻ്റെ മഹത്വമൊക്കെ 4 ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത്. നമ്മളിത് അത്ഭുതപ്പെടാനല്ല, മറ്റുള്ളവർക്ക് പാഠമാവാനാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ വിളിച്ചു പറഞ്ഞാലും സംഘികൾ അംഗീകരിക്കില്ല, നിരീശ്വരവാദികൾ അംഗീകരിക്കില്ല, വഹാബികൾ അംഗീകരിക്കില്ല. അള്ളാഹുവിൻ്റെ റസൂല് സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ്, ഒരു അറബി പയ്യൻ. അങ്ങനെയാണ് എം എ അക്ബർ പറഞ്ഞത്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, വഹാബികൾ അവരുടെ നിലപാടാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് യാതൊരു വിധ കഴിവുകളും പ്രത്യേകമായിട്ടുള്ള കഴിവുകളും ഇല്ല, നമ്മളിൽപ്പെട്ട ഒരാളാണ്, അത്ര തന്നെ. അങ്ങനെയാണ് വഹാബികൾ പറയുന്നത്. അപ്പോൾ അവരൊന്നും ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. നമ്മളുടെ വിശ്വാസം കൊണ്ട് നമ്മൾ വിശ്വസിക്കുക. ഇനിയിപ്പോൾ എന്തൊക്കെ ഇവിടെ പുലർന്നാലും, ഇനി മഹ്ദി ഇമാം വരും, ദജ്ജാൽ വരും.
ദജ്ജാൽ വരുമ്പോൾ വെള്ളക്കൊട്ടാരം ആരുടേതാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ഓലമേന പള്ളിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് മദീന മസ്ജിദിൻ്റെ അവസ്ഥ എന്താണ്? അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഓലമേന പള്ളിക്കകത്തിരുന്ന് പറഞ്ഞപ്പോൾ സ്വപ്നം പോലും കാണാൻ, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത സമയം, ഒരു ഈത്തപ്പഴം കിട്ടിയാൽ അത് 4 കീറിയിട്ട് 4 മക്കൾക്ക് കൊടുത്തിരുന്ന കാലം. അങ്ങനത്തെ കാലത്തിരുന്നിട്ടാണ് സങ്കടം വരുന്നത്. നമ്മളുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഒരു ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് 4 കീറി കൊടുത്തിട്ട് അവരുടെ വിശപ്പ് മാറുമോ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ജീവിച്ചിരുന്നത്. ബദർ യുദ്ധത്തിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ്. ആലോചിച്ച് നോക്കണം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് സഹാബത്തിനെ പറഞ്ഞയച്ച് തിരിച്ച് ഭക്ഷണമൊന്നും കിട്ടാതെ വരുമ്പോൾ നബിയുടെ അടുത്തെത്തുമ്പോൾ പാത്രം കമഴ്ത്തി പിടിച്ചിട്ട് വന്ന സാഹചര്യമുണ്ട്. അഥവാ പാത്രം ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ നബി അതിൽ ഭക്ഷണം ഉണ്ടെന്ന് കരുതും എന്ന് വിചാരിച്ചിട്ട് കമഴ്ത്തി പിടിച്ചാൽ പിന്നെ ചോദിക്കുമല്ലോ, കരുതില്ലല്ലോ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അവിടെ ഇരുന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഈ അറേബ്യ കെട്ടിടങ്ങളാൽ സമുച്ചയങ്ങളാൽ നിറയുന്നൊരു കാലം വരും. ഈ അറേബ്യ പച്ച പിടിക്കുന്നൊരു കാലം വരും. ഇവിടെ നദികൾ ഒഴുകുന്നൊരു കാലം വരും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. എല്ലാം പുലർന്നില്ലേ? ഇനി പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യം, അവർ പറയും സമാധാനത്തിൻ്റെ ആളുകളാണെന്ന്. ഒരിക്കലും അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവർ കുഴപ്പക്കാരാണ് എന്ന് ഇന്നത്തെ സാമ്രാജ്യത്വ ശക്തികളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. My proudest legacy will be that of a peacemaker and unifier. That's what I want to be, a peacemaker and a unifier. Israel seeks peace. Israel yearns for peace. Israel has made peace and will make peace again. وَإِذْ قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا أَلَا إِنَّهُمْ وَلَكِنْ لَا يَشْعُرُونَ. ഇതെല്ലാം കാലേക്കുട്ടി നമുക്ക് പറഞ്ഞു തന്ന ഒരു ഗ്രന്ഥവും ഒരു നേതാവും നമുക്കുണ്ട്. പക്ഷെ അതെല്ലാം മറന്ന് ഇന്ന് ദുനിയാവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും, ഞാനടക്കമുള്ളവർ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണം മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും മഹദി ഇമാം രംഗത്ത് വരിക തന്നെ വേണം. നമ്മളിപ്പോഴും കാസിം ഉസ്താദ് പറഞ്ഞ മാതിരി ബ്രോസ്റ്റും കഴിച്ച് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അറേബ്യ ഇറാനുമായുള്ള യുദ്ധം വന്നാൽ അതിൽ അവർ തിരിച്ചടിക്കുക ഗൾഫ് രാജ്യങ്ങളെയാണ്. ഗൾഫ് രാജ്യങ്ങളെ തിരിച്ചടിച്ചാൽ കേരളവും പട്ടിണിയാവും എന്ന് കാസിം ഉസ്താദ് പറഞ്ഞു. പക്ഷേ എങ്ങനെ പട്ടിണിയാവും? പ്രവാസികളുടെ ജോലി പോയി പട്ടിണിയാവുന്നത് മാത്രമല്ല, ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ പോവുകയാണ്. അവരെങ്ങാനും ഇറാൻ്റെ കയ്യിലാണ് ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും. അവിടെ അടച്ചാൽ ലോകത്തേക്കുള്ള എണ്ണ എത്തിക്കുന്ന ഒരു പ്രധാന, സൗദിയിൽ നിന്നും ഒമാനിൽ നിന്നും ബഹ്റൈനിൽ നിന്നെല്ലാം എണ്ണ പോകുന്നത് അതുവഴിയാണ്. ആ കടലിടുക്ക് അടക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ലോകത്ത് മുഴുവൻ പെട്രോളിന് വില കൂടും, കേരളത്തിലും വില കൂടും. ഇപ്പോൾ തന്നെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വില കൂടുതലാണ്. അങ്ങനെ പെട്രോളിന് വില കൂടിയാൽ എല്ലാവിധ സാധനങ്ങൾക്കും വില കൂടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും. ഇപ്പോൾ തന്നെ നമുക്ക് വരുമാനം കുറവും ചിലവ് കൂടുതലുമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഗൾഫ് രാജ്യങ്ങളിലടക്കം ജോലി കുറവും വരുമാനം കുറവും, സാലറി കൂടുന്നില്ല, പഴയ സാലറി തന്നെയാണ്, വരുമാനം കൂടുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ യുദ്ധത്തെ കൂടി മറികടക്കാനും സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്താനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു നാളേക്കായി. നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും എല്ലാം ഈ രക്തക്കൊതി ഒന്ന് നിന്ന് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളെ എത്രയാണ് അവർ കൊന്നൊടുക്കിയത്. ഫലസ്തീന് കഴിഞ്ഞ് ഇപ്പോൾ ഇറാനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. മുസ്ലിം സമുദായത്തിനെ എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, എല്ലാ കുഞ്ഞുമക്കളെയും, വേദനിക്കുന്ന എല്ലാവരെയും, യുദ്ധത്തിൻ്റെ ഭീതിയിൽ ഇസ്രായേലിലുള്ള പാവപ്പെട്ട ആളുകളുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്. അവരും മനുഷ്യരാണ്. അവരും മരിച്ചു വീഴുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല. ഇസ്രായേലുകാരും അമേരിക്കക്കാരും ഇറാൻകാരും ആരും മരിക്കാതിരിക്കട്ടെ. ആരും ബോംബ് പൊട്ടി മിസൈൽ വീണ് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന് സമാധാനം ഉണ്ടാകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.